ടോപ്പ് ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷനിൽ വരുന്ന ലെറ്റേഴ്സ് ആസ് എ സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. Question: An electric heater operating at 230 volt draws 2 ampere current. 230 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റർ 2 ആംപിയർ കറന്റ് ആണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ ഇതിനകത്ത് തരുന്നുണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പോൾ എ ബി സി പറഞ്ഞിട്ട് 3 സബ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഹീറ്റർ? ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്താണ്? അപ്പോൾ നമുക്ക് ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് എന്ന്, അതേപോലെ തന്നെ കറന്റ് തന്നിട്ടുണ്ട് 2 ആംപിയറിന്. അപ്പോൾ നമുക്ക് ഓംസ് ലോ അറിയാം, V ഈക്വൽ ടു I ഇൻറ്റു ആർ, അതായത് വോൾട്ടേജ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് R ഈക്വൽ ടു V ബൈ I. അപ്പോൾ വിയും ഐയും തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 230 ഡിവൈഡ് ബൈ 2 ആണ് വരിക, അതായത് 115 ഓം ആണ് ഈ ഒരു ഹീറ്ററിൽ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഓഫ് ദി ഹീറ്റർ ഈക്വൽ ടു 115 ഓം. നമുക്ക് നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദിസ് ഹീറ്റർ ഓപ്പറേറ്റ്സ് ഫോർ 10 മിനിറ്റ്സ്. അപ്പോൾ ഈ ഒരു ഹീറ്റർ 10 മിനിറ്റ്സ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. അതുപോലെ റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 115 ഓമും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ 10 മിനിറ്റ്സ് നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മിനിറ്റ്സിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ 1 മിനിറ്റ് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 10 മിനിറ്റ്സ് പറയുന്നത് 10 ഇൻറ്റു 60 ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 600 സെക്കൻഡ്സ്. നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, I സ്ക്വയർ RT എന്നാണ്. അപ്പോൾ I പറയുന്നത് കറന്റ്, R പറയുന്നത് റെസിസ്റ്റൻസ്, T പറയുന്നത് ടൈം. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 115 ഇൻറ്റു 600 ആണ് നമുക്ക് കിട്ടുന്നത്. 2 സ്ക്വയർ പറയുന്നത് 4 ആണ്, ഇൻറ്റു 115 ഇൻറ്റു 600. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2,76,000 ജൂൾ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് 2,76,000 ജൂൾസ് ആണ്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പവർ ഓഫ് ദിസ് അപ്ലയൻസ്? ഈ ഒരു അപ്ലയൻസിന്റെ പവർ എന്താണ്? അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് 230 വോൾട്ട് ആണ്, അതുപോലെ തന്നെ കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പവർ ആണ് കണ്ടുപിടിക്കുന്നത്. പവറിന്റെ ഇക്വേഷൻ പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ്. അപ്പോൾ വോൾട്ടേജ് പറയുന്നത് 230, കറന്റ് പറയുന്നത് 2 ആണ്. അപ്പോൾ 230 ഇൻറ്റു 2 വന്നു. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 460 വാട്ട് കിട്ടും. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത അപ്ലയൻസിന്റെ പവർ എന്ന് പറയുന്നത് 460 വാട്ട് ആണ്. ക്വസ്റ്റ്യൻ: എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട് സപ്ലൈ കൺസ്യൂംസ് 2 ആംപിയർ കറന്റ്. 230 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് 2 ആംപിയർ കറന്റ് കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 5 മിനിറ്റ്സ്? 5 മിനിറ്റ്സിൽ ഈ ഒരു അപ്ലയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജ് 230 വോൾട്ടും അതുപോലെ കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. അതുപോലെ ടൈം പറയുന്നത് 5 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സെക്കൻഡ്സിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 മിനിറ്റ് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 5 മിനിറ്റ് പറയുന്നത് 5 ഇൻറ്റു 60 സെക്കൻഡ്സ് ആണ്. അതായത് 300 സെക്കൻഡ്സ് ആണ് നമുക്ക് ടൈം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹീറ്റ് കണ്ടുപിടിക്കണം. ഹീറ്റിന്റെ ഇക്വേഷൻ പറയുന്നത് I സ്ക്വയർ RT ആണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം V എന്ന് പറയുന്നത് IR ആണ്. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് IRന്റെ അവിടെ V വരും, പിന്നെ ഒരു I യും T യും ആണ് വരാറ്. അതായത് ഹീറ്റ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു T ആണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇവിടെ അറിയാം 230 ആണ്, കറന്റ് അറിയാം 2 ആംപിയർ ആണ്, ടൈം അറിയാം 300 സെക്കൻഡ്സ് ആണ്. അത് വീണ്ടും ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 230 ഇൻറ്റു 2 ഇൻറ്റു 300. ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1,38,000 ജൂൾ ആണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1,38,000 ജൂൾസ് ആണ്. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ എനർജി കൺസ്യൂംഡ് ബൈ ദിസ് അപ്ലയൻസ് ഇൻ 5 മിനിറ്റ്സ് വൈൽ ഓപ്പറേറ്റിംഗ് അറ്റ് 115 വോൾട്ട്? 115 വോൾട്ടിൽ 5 മിനിറ്റ്സ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്ലയൻസ് കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് വോൾട്ടേജും ടൈമും ആണ്. അപ്പോൾ വോൾട്ടേജ് പറയുന്നത് 115 വോൾട്ട് ആണ്, അതേസമയം ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്.
അപ്പോൾ 5 മിനിറ്റ്സിന് നമുക്ക് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അതായത് 5 × 60 = 300 സെക്കൻഡ്സ് ആണ് ടൈം വരുന്നത്. ഇനി നമുക്ക് എനർജിന്റെ ഇക്വേഷൻ നോക്കാം. വോൾട്ടേജ് ഇൻറ്റു കറന്റ് ഇൻറ്റു ടൈം ആണ് ഹീറ്റിന്റെ അല്ലെങ്കിൽ എനർജിയുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് അറിയണം. റെസിസ്റ്റൻസ് അറിഞ്ഞാലേ നമുക്ക് കറന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇപ്പൊ 230 വോൾട്ട് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ 230 വോൾട്ട് വെച്ചിട്ട് നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട്, അതുപോലെ കറന്റ് 2 ആംപിയർ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഡാറ്റാസ് ആണ്. 230 വോൾട്ട് വെച്ചിട്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. V/I = 230 വോൾട്ട് ബൈ 2 ആംപിയർ. വി നമുക്കറിയാം 230 ആണ്, ഐ പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 115 ഓം ആണ് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ഇനി 115 വോൾട്ടിലുള്ള കറന്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വോൾട്ടേജ് അറിയാം 115 വോൾട്ട് ആണ്. അതായത് 115 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വോൾട്ടേജ് ആണ് ഇവിടെ എടുക്കേണ്ടത്. പിന്നെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, അതായത് 115 ഓം. നമ്മൾ നേരത്തെ 230 വോൾട്ട് വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. പിന്നെ കറന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കറന്റ് I = V/R ആണ്. ദാറ്റ്സ് ഈക്വൽ ടു വോൾട്ടേജ് 115 അതുപോലെ തന്നെ റെസിസ്റ്റൻസും 115 ആണ്. രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആംപിയർ ആണ് കറന്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കറന്റ് കണ്ടുപിടിച്ചു. ഇനി വോൾട്ടേജും ടൈമും ഓൾറെഡി നമുക്കറിയാം. ഇനി ഹീറ്റിന്റെ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എനർജി = V × I × T. ഇപ്പോൾ V പറയുന്നത് നമുക്ക് എന്താണ് 115 ഉണ്ട്, I എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്, അവിടെ T എന്ന് പറയുന്നത് 300 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി രണ്ടും കൂടി അല്ലെങ്കിൽ മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 34,500 ജൂൾസ് ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത എനർജി അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത എനർജി എന്ന് പറയുന്നത് 34,500 ജൂൾ ആണ് വരുന്നത്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question. In a house, a 500 volt electric iron operates for 1 hour, 2 400 watt fans for 8 hours, and 5 12 volt LED bulbs for 10 hours. അപ്പോൾ ഒരു ഹൗസിൽ 500 വോൾട്ട് ഉള്ള ഒരു ഇലക്ട്രിക് അയൺ 1 അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതേസമയം 400 വോൾട്ട് ഉള്ള 2 ഫാന് 8 മണിക്കൂർ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ 12 വോൾട്ട് ഉള്ള 5 LED ബൾബ് 10 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഇൻ യൂണിറ്റ് ദ എനർജി കൺസപ്ഷൻ പെർ ഡേ ഇൻ ദാറ്റ് ഹൗസ്. ആ ഒരു വീട്ടിൽ പെർ ഡേ വരുന്ന എനർജി കൺസംഷൻ യൂണിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എനർജി കൺസംഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും എനർജി കൺസംഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രിക് അയൺ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പവർ തന്നിട്ടുണ്ട് 500 വോൾട്ട്, അതുപോലെ ടൈമും തന്നിട്ടുണ്ട് 1 ഹവറിന്. അപ്പോൾ ഇത് നമുക്ക് എനർജിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പോൾ പവർ 500 വോൾട്ട് ആണ്, ടൈം 1 അവർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 500 × 1. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 500 വോൾട്ട് ഹവർ ആണ് അവിടെ വരുന്ന എനർജി കൺസപ്ഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ഫാനുകൾ എടുക്കാം. അപ്പോൾ ഫാനിന്റെ പവർ ഇവിടെ തന്നിട്ടുണ്ട് 40 വോൾട്ട്, അതുപോലെ ടൈം 8 ഹവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനർജി കൺസംഷൻ നോക്കാം. അപ്പോൾ 2 ഫാൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി ഇൻറ്റു 2 ആണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മുടെ നേരത്തെ ഇക്വേഷൻ പവർ ഇൻറ്റു ടൈം. അപ്പോൾ 2 ഇൻറ്റു നമുക്ക് പവർ ഇൻറ്റു ടൈം വരുന്ന പവർ 40യും ടൈം 8ഉം ആണ്. അപ്പോൾ 40 ഇൻറ്റു 8 ചെയ്യുക ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 640 വോൾട്ട് ഹവർ ആണ് ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് LED ബൾബ്സ് എടുക്കാം. അപ്പോൾ ഇവിടെയും പവർ പറയുന്നത് 12 വോൾട്ട് ആണ്, അതുപോലെ ടൈം പറയുന്നത് 10 അവേഴ്സ് ആണ്. അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ 5 LED ബൾബ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഇക്വേഷൻ അറിയാം പവർ ഇൻറ്റു ടൈം ആണ്, അതേ ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. 5 LED ബൾബ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു 5 ഇൻറ്റു പവർ പറയുന്നത് 12 ആണ്, ടൈം പറയുന്നത് 10 ആണ്. അപ്പോൾ 12 ഇൻറ്റു 10 കിട്ടുന്നൊക്കെ ചെയ്യുക, അത് കിട്ടുന്ന ആൻസർ ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ നമുക്ക് 600 വോൾട്ട് ഹവർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി എല്ലാ എനർജി കൺസംഷനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. അതായത് 500 + 640 + 600 ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000
740 വാട്ട് ഹവർ ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ കിലോ വാട്ട് ഹവറിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് 1740 ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹവറിന് നമുക്ക് കിലോ വാട്ട് ഹവർ അല്ലെങ്കിൽ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മളോട് യൂണിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കിലോ വാട്ട് ഹവറിൽ കൺവേർട്ട് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു 1.74 കിലോ വാട്ട് ഹവർ ആണ്. അപ്പോൾ ഒരു ദിവസം യൂണിറ്റ്സിൽ അല്ലെങ്കിൽ കിലോ വാട്ട് ഹവറിൽ എനർജി കൺസ്യൂം ചെയ്തത് 1.74 കിലോ വാട്ട് ഹവർ ആണ്, അല്ലെങ്കിൽ 1.74 യൂണിറ്റ്സ് ആണ്. Question. In a house, a 600 watt grinder operates for 1 hour, 3 60 watt fans for 6 hours, and 10 watt LED bulbs for 10 hours daily. ഒരു ഹൗസിൽ 600 വാട്ട് ഉള്ള ഒരു ഗ്രൈൻഡർ 1 മണിക്കൂറും 60 വാട്ട് ഉള്ള 3 ഫാൻസ് 6 മണിക്കൂറും 10 വാട്ട് ഉള്ള 10 LED ബൾബ്സ് 10 മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ്സ് പെർ മന്ത്? അപ്പൊ ഒരു മാസത്തിൽ ആ ഒരു ഹൗസിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് എനർജി കണ്ടുപിടിക്കാനാണ്. അത് യൂണിറ്റ്സിൽ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്കറിയാം എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പവർ ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമുക്ക് ഓരോന്നിൻ്റെയും എനർജി കൺസപ്ഷൻ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഗ്രൈൻഡർ കണ്ടുപിടിക്കാം. അപ്പൊ ഗ്രൈൻഡറിൽ വോൾട്ടേജ് പവർ എന്ന് പറയുന്നത് 600 വാട്ടും ടൈം എന്ന് പറയുന്നത് 1 അവറും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പവർ ഇൻറ്റു ടൈം പറഞ്ഞൊരു ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് പവർ ഇൻറ്റു ടൈം ദാറ്റ് ഇസ് ഇക്വൽ ടു 600 ഇൻറ്റു 1 ഈക്വൽ ടു 600 വാട്ട് അവർ ആണ് ഗ്രൈൻഡറിന് വരുന്ന എനർജി കൺസപ്ഷൻ. ഇനി നെക്സ്റ്റ് ഫാനിൽ നോക്കാം. ഇപ്പൊ ഫാനിന്റെ പവർ പറയുന്നത് 60 വാട്ട് ആണ്, ടൈം പറയുന്നത് 6 അവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്ന എനർജി കൺസപ്ഷൻ പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. ഇവിടെ നമുക്ക് 3 ഫാൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് പവർ ഇൻറ്റു ടൈം ഇൻറ്റു 3 ചെയ്യണം. അപ്പൊ പവർ പറയുന്നത് 60ഉം അവർ പറയുന്നത് 6ഉം ആണ്. അപ്പൊ 60 ഇൻറ്റു 6 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1080 വാട്ട് അവർ ആണ് ഫാനിന്റെ എനർജി കൺസംഷൻ. നെക്സ്റ്റ് നമുക്ക് LED ബൾബ്സിന്റെ പവർ കൺസപ്ഷൻ നോക്കാം. അപ്പൊ ഇവിടെ പവർ പറയുന്നത് 10 വാട്ട് ആണ്, ടൈം പറയുന്നത് 10 അവേഴ്സ് ആണ്. അപ്പൊ എനർജി കൺസംഷൻ ബൈ 10 LED ബൾബ്സ് എന്ന് പറയുന്നത് 10 ഇൻറ്റു പവർ ഇൻറ്റു ടൈം ആണ്. അതായത് 10 ഇൻറ്റു പവർ പറയുന്നത് 10, ടൈം പറയുന്നത് 10. അപ്പൊ 10 ഇൻറ്റു 10 ആദ്യം ചെയ്യാം, അത് ഇൻറ്റു 10 ചെയ്യാം. അപ്പൊ 1000 വാട്ട് ഹവർ ആണ് അവിടെ വരുന്ന എനർജി കൺസപ്ഷൻ. ഇനി ഈ എല്ലാ എനർജിയും കൂടെ നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ കിട്ടും. അതായത് 600 പ്ലസ് 1080 പ്ലസ് 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 2680 വാട്ട് ഹവർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇതിന് യൂണിറ്റ്സിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. യൂണിറ്റ്സ് അല്ലെങ്കിൽ കിലോ വാട്ട് ഹവറിലോട്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ അതായത് 2680 ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 2.68 കിലോ വാട്ട് ഹവർ അല്ലെങ്കിൽ 2.68 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മാസത്തെ എനർജി കൺസപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ഒരു ദിവസത്തെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു മാസം കണ്ടുപിടിക്കണമെങ്കിൽ 2.68 ഇൻറ്റു ഒരു മാസം പറയുന്നത് 30 ഡേയ്സ് ആണ്, ഇൻറ്റു 30 ചെയ്യണം. അപ്പൊ നമ്മൾ 2.68 ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ 80.40 യൂണിറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 80.40 യൂണിറ്റ്സ് ആണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. നെക്സ്റ്റ് ഈ സെയിം ക്വസ്റ്റ്യന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. If the appliances operate in the same way, calculate the electricity bill for 2 months in that house. Use the tariff given in table. ഇപ്പൊ ഇതേ വേയിൽ തന്നെയാണ് ഈ അപ്ലയൻസസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ ആ ഒരു വീട്ടിലത്തെ 2 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ കൊടുത്തിരിക്കുന്ന ടാരിഫ് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ഒരു മാസത്തെ എനർജി കൺസപ്ഷൻ കണ്ടുപിടിച്ചു, അതായത് 80.40 യൂണിറ്റ്സ്. ഇനി ഇവിടെ നമുക്ക് 2 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനർജി കൺസ്യൂംഡ് ഇൻ 2 മന്ത്സ് കണ്ടുപിടിക്കണം. അതായത് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പൊ 80.40 ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ നമുക്ക് 160.80 യൂണിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ 2 മാസത്തിന് കൺസ്യൂം ചെയ്ത എനർജി പറയുന്നത് 160.80 യൂണിറ്റ് ആണ്.
ഇനി നമുക്ക് ടേബിൾ നോക്കാം. അപ്പൊ ഈ ടേബിളിൽ 151 മുതൽ 200 വരെയുള്ള എനർജി കൺസപ്ഷന് വരുന്ന എനർജി ചാർജ് പെർ യൂണിറ്റിൽ വരുന്ന എനർജി ചാർജ് പറയുന്നത് 7.2 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കൺസംഷൻ ഇൻറ്റു 7.2 ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ടോട്ടൽ എനർജി ചാർജ് ഈക്വൽ ടു 160.80 ഇൻറ്റു 7.2 ആണ്. 7.2 നമുക്ക് ടേബിളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്ന വാല്യൂ. അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1157.7 റുപ്പീസ് ആണ് നമുക്ക് വരുന്ന ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ എനർജിയുടെ ചാർജ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഫിക്സഡ് ചാർജും ഉണ്ട്. ഇപ്പൊ നമുക്ക് 151 മുതൽ 200 വരെയാണെങ്കിൽ സിംഗിൾ ഫേസിനുള്ള ഇലക്ട്രിക് ചാർജ് അല്ലെ ഫിക്സഡ് ചാർജ് പറയുന്നത് 140 ആണ്. അപ്പൊ ഇതും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ കൂടെ ആഡ് ചെയ്യണം. അതായത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എനർജി ചാർജ് പ്ലസ് ഫിക്സഡ് ചാർജ് ആണ്. അപ്പൊ നമുക്ക് എനർജി ചാർജ് 1157.76 ആണ് പ്ലസ് 140 ഫിക്സഡ് ചാർജ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1297.76 റുപ്പീസ് ആണ് 2 മാസത്തിന് നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല്. Question: Two heaters A and B operate at 230 volt. Heater A draws 2 ampere current and heater B draws 2.5 ampere current. അപ്പോൾ രണ്ട് ഹീറ്റേഴ്സ് ഉണ്ട്, എയും ബിയും. ഈ രണ്ട് ഹീറ്റേഴ്സും 230 വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹീറ്റർ എയില് 2 ആംപിയർ കറന്റും അതുപോലെ ഹീറ്റർ ബിയിലെ 2.5 ആംപിയർ കറന്റും ആണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹീറ്റേഴ്സ് ഇൻ ദ ഗിവൺ ഫിഗേഴ്സ്. അപ്പൊ തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ ഈ ഹീറ്റേഴ്സിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ആദ്യം ഹീറ്റർ എന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ വോൾട്ടേജും കറന്റും തന്നിട്ടുണ്ട്, 230 വോൾട്ടും 2 ആംപിയറും. അപ്പൊ നമുക്ക് ആദ്യം പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ്. അതായത് 230 ഇൻറ്റു 2 ആംപിയർ ആണ്. അപ്പൊ 230 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 460 വോൾട്ട് ആണ് അവിടെ കിട്ടുന്നത്. ഇനി ഹീറ്റർ ബിന്റെ പവർ കണ്ടുപിടിക്കാം. അപ്പൊ ഹീറ്റർ ബിന്റെ വോൾട്ടേജ് പറയുന്നത് 230 വോൾട്ടും അതുപോലെ കറന്റ് എന്ന് പറയുന്നത് 2.5 ആംപിയറും ആണ്. അപ്പൊ പവർ എന്ന് പറയുന്നത് V ഇൻറ്റു I ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 230 ഇൻറ്റു 2.5. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 575 വോട്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ പവർ ഓഫ് ഹീറ്റർ എ എന്ന് പറയുന്നത് 460 വോട്ടും പവർ ഓഫ് ഹീറ്റർ ബി എന്ന് പറയുന്നതും 575 വോട്ടാണ്. നെക്സ്റ്റ് ഈ സെയിം ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഹീറ്റർ ഹാസ് ഹയർ റെസിസ്റ്റൻസ്? ഏത് ഹീറ്ററിനാണ് ഹയർ റെസിസ്റ്റൻസ് ഉള്ളത്? അപ്പൊ ഹയർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഹീറ്ററിന്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ഏതിനാണ് ഹയർ എന്ന് നോക്കാം. അപ്പൊ ആദ്യം ഹീറ്റർ എന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വോൾട്ടേജ് 230 ആണ്, അതുപോലെ തന്നെ ഹീറ്റർ എന്റെ കറന്റ് 2 ആണ്. അപ്പൊ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 115 ഓം ആണ് ഹീറ്റർ എന്റെ റെസിസ്റ്റൻസ് കിട്ടുന്നത്. ഇനി ഹീറ്റർ ബിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ അവിടെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ കറന്റ് ആണ്. അപ്പൊ അവിടെ ഉള്ള വോൾട്ടേജ് 230 ആണ്, കറന്റ് എന്ന് പറയുന്നത് 2.5 ആംപിയർ ആണ്. അപ്പൊ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 92 ഓം ആണ് കിട്ടുന്നത്. അപ്പോൾ ഹീറ്റർ എന്റെ റെസിസ്റ്റൻസ് പറയുന്നത് 150 ഓം ആണ്, ഹീറ്റർ ബിന്റെ റെസിസ്റ്റൻസ് പറയുന്നത് 92 ഓം ആണ്. അപ്പൊ ഹീറ്റർ എക്കാണ് ഹീറ്റർ ബിനെക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പൊ ഹീറ്റർ എ ഹാസ് ഹയർ റെസിസ്റ്റൻസ്. സെയിം ക്വസ്റ്റ്യന്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. If both heaters operate for 5 minutes each, which heater will produce more heat? ഇപ്പൊ രണ്ട് ഹീറ്റേഴ്സും 5 മിനിറ്റോളം ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ഹീറ്ററിലായിരിക്കും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പൊ ഇവിടെയും ആ സെയിം ഫിഗേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഹീറ്റേഴ്സിന്റെയും ഹീറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഹീറ്റർ എന്റെ ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ഹീറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇക്വേഷൻ പറയുന്നത് കറന്റ് ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കറന്റ് അറിയാം 2 ആംപിയർ ആണ് ഹീറ്റർ എന്റെ, അതുപോലെ വോൾട്ടേജ് പറയുന്നത് 230 ആണ്, അതുപോലെ ടൈം പറയുന്നത് 5 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. 5 മിനിറ്റ്സ് നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 16 കൂടെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1,38,000 ജൂൾ ആണ്. അപ്പോൾ ഹീറ്റർ എന്റെ ഹീറ്റ് വന്നിട്ട് 1,38,000 ജൂൾ ആണ്. ഇനി ഹീറ്റർ ബിന്റെ കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇക്വേഷൻ കറന്റ് ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഹീറ്റർ ബിന്റെ കറന്റ് എന്ന് പറയുന്നത് 2.5 ആണ്. അതുപോലെ വോൾട്ടേജ് പറയുന്നത് 230 ആണ്. അതുപോലെ ടൈം പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 60 കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1,72,500 ജൂൾസ് ആണ്. അപ്പോൾ ഹീറ്റർ എയിൽ 1,38,000 ജൂളും ഹീറ്റർ ബിയിൽ 1,72,500 ജൂൾസ് ആണ്. അപ്പൊ ഹീറ്റർ ബിയിലാണ് ഹീറ്റർ എനേക്കാളും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹീറ്റർ ബിയിലാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Subscribe to this channel for more videos like this. Question: which of the given statements is correct with regard to the heating element? അപ്പോൾ താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഹീറ്റിംഗ് എലിമെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യം പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, പിന്നെ ഹൈ റെസിസ്റ്റിവിറ്റി, പിന്നെ എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ്, ലോ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് 6 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിന് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് പറയുന്നത് 4 ഓപ്ഷൻസ് ആണ്. 1, 2, 3, 4 കൊണ്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഹീറ്റിംഗ് എലമെന്റുമായിട്ട് റിഗാർഡ് ചെയ്യുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഏത് ഓപ്ഷൻ ആണെന്ന് ഓപ്ഷൻസിൽ നിന്നും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ഓപ്ഷൻസ് പറയുന്നത് 4 ആണ്. അതായത് ബി, സി, ഇ, എഫ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഹീറ്റിംഗ് എലമെന്റുമായിട്ട് റിഗാർഡ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ കറക്റ്റ് ആൻസർ പറയുന്നത് 4th വൺ ആണ്, ബി, സി, ഇ, എഫ്. അതായത് ഒരു ഹീറ്റിംഗ് എലമെന്റിന് ഹൈ റെസിസ്റ്റിവിറ്റി വേണം, അതുപോലെ തന്നെ റെഡ് ഹോട്ടായിട്ട് നിൽക്കാനുള്ള എബിലിറ്റി വേണം, അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് വേണം, പിന്നെ ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസും വേണം. Question: 2 bulbs 230 volt 40 watt and 230 volt 60 watt are arranged as shown in the figures. If 230 volt is applied, which bulb will be brighter in each circuit? Explain the reason. അപ്പോൾ താഴെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 230 വോൾട്ട് 40 വാട്ട് ഉള്ള ഒരു ബൾബും അതുപോലെ 230 വോൾട്ട് 60 വാട്ട് ഉള്ള ഒരു ബൾബും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 230 വോൾട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് ബൾബായിരിക്കും ഓരോ സർക്യൂട്ടിലും ബ്രൈറ്റർ ആയിട്ട് കത്തുന്നത്? അപ്പോൾ അതിൻ്റെ റീസൺ എക്സ്പ്ലെയിനും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫിഗർ എടുക്കുകയാണെങ്കിൽ അവിടെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ബൾബിനും ഫുൾ വോൾട്ടേജ് റിസീവ് ആവും. അതായത് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ബൾബിന്റെ പവറിന് പ്രപ്പോർഷണൽ ആണ്. അതായത് E = V²/R × T ആണ് വരുന്നത്. അപ്പൊ 60 വാട്ട് ബൾബ് ആയിരിക്കും 40 വാട്ട് ബൾബിനേക്കാളും പാരലൽ സർക്യൂട്ടിൽ കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് വരിക. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ 60 വാട്ട് ബൾബിന് ലോ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ കറന്റ് അത് ഡ്രോ ചെയ്യും, എന്നിട്ട് കൂടുതൽ ലൈറ്റ് അത് എമിറ്റ് ചെയ്യും. അപ്പൊ 60 വാട്ട് ബൾബ് ആയിരിക്കും പാരലായിട്ട് കണക്ട് ചെയ്തതിൽ കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് കത്തുന്നത്. ഇനി നമുക്ക് സീരീസ് കണക്ഷൻ എടുക്കാം. അപ്പൊ സീരീസ് കണക്ഷനിൽ 2 ബൾബ്സിനും സെയിം കറന്റ് ആയിരിക്കും കിട്ടുക, പക്ഷെ വോൾട്ടേജ് അവരുടെ റെസിസ്റ്റൻസിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് പോകും. അതായത് ഹയർ റെസിസ്റ്റൻസ് ഉള്ള ബൾബിനായിരിക്കും കൂടുതൽ വോൾട്ടേജ് കിട്ടുക. അതായത് E = I² × R × T ആണ്. അപ്പൊ 40 വാട്ട് ബൾബിനായിരിക്കും ഹയർ റെസിസ്റ്റൻസ് ഉള്ളത്. അതായത് 60 വാട്ട് ബൾബിനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് 40 വാട്ട് ബൾബിനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 40 വാട്ട് ബൾബിന് കൂടുതൽ വോൾട്ടേജ് റിസീവ് ചെയ്യുകയും അതുപോലെ അത് സീരീസ് കണക്ഷനിൽ കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് കത്തുകയും ചെയ്യും. അതായത് 40 വാട്ട് ബൾബായിരിക്കും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് കത്തുന്നത്. Question: to reduce electricity consumption in our houses, we can maximize the use of sunlight during the day. Do you agree with this statement? Explain how. വീടുകളിലുള്ള ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ടൈമിൽ സൺലൈറ്റിന്റെ മാക്സിമം യൂസ് ചെയ്യുക.
ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് എഗ്രി ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഡേ ടൈമിൽ നമ്മുടെ സൺലൈറ്റിന്റെ യൂസ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്നിങ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് വിൻഡോസും കർട്ടൻസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലോട്ട് നാച്ചുറൽ ലൈറ്റ് എൻ്റർ ചെയ്ത് വരും. അപ്പോൾ അവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെയൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഹാബിറ്റ് വന്നിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജീൻ്റെ എമൗണ്ട് കുറയ്ക്കുകയും ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്ത് വരികയും ചെയ്യും. Question. In the context of the energy crisis, write down any 2 suggestions that can be implemented to reduce energy consumption in newly constructed houses. എനർജി ക്രൈസിസിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഹൗസസിൽ എനർജി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന 2 സജഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൗസസിൽ വിൻഡോസ് ഒക്കെ കൂടുതൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഗുഡ് വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമൂലം നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റും എയറും ഒക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ലൈറ്റ് ഫാനിൻ്റെ ഒക്കെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ്. അതായത് മാക്സിമം LED ബൾബ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ BLDC ഫാൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എനർജി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Question. What is the necessity for reducing carbon footprint? കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഗ്ലോബൽ വാർമിംഗ് അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഈ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല ഈ കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് വന്നിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റ് ഒക്കെ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാനറ്റിന്റെ എക്കോസിസ്റ്റത്തിന് തന്നെ തകരാറാക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ സേഫ് ആക്കി വെക്കണമെങ്കിൽ ഈ കാർബൺ ഫുട് പ്രിന്റ് കുറച്ചേ പറ്റൂ. അതുമാത്രമല്ല ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിൾ എൻവിറോൺമെന്റ് ഉണ്ടാക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയും കൂടിയാണ്. അതുകൊണ്ട് കാർബൺ ഫുട് പ്രിന്റ് എന്തായാലും റെഡ്യൂസ് ചെയ്യുക തന്നെ വേണം. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.